മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥ കേൾക്കണേ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. ഉണ്ണി വാവ വാശി പിടിച്ച കാരണം കൊണ്ട് എനിക്ക് കഥ പറയത്തിൽ ലേറ്റായി. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൽ അടിപൊളി സച്ചി രേവതി റൊമാൻസാണ് നമുക്ക് കാണുന്നത്. രേവതിയുടെ കവളി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന സച്ചിയാണ്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സച്ചിയാണ് നമ്മളിന്ന് കാണുന്നത്. അതായത് സച്ചി രേവതി അടുക്കളയിൽ പണിയുമ്പോൾ സച്ചി നല്ല വരണു. രേവതിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് വട്ടം കറക്കണ സമയത്ത് രേവതി പറയണു, അയ്യോ സച്ചിട്ടൻ വിട്, ഞാനിപ്പോൾ അച്ഛനെ വിളിക്കുന്നൊക്കെ പറയണു. പിന്നെ നീ എന്തിനാ അച്ഛനെ വിളിക്കുന്നത്, നീ അച്ഛനെ ഒന്ന് വിളിക്കാമെന്ന് കാണട്ടെ പറയുമ്പോൾ, അച്ഛാ ഓടിവാ അച്ഛാ അതേ സച്ചിയേട്ടൻ എന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞു, ഇല്ല അച്ഛാ ഞാൻ രേവതിയുടെ ഒരു ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞതാന്ന് പറയണു. രേവതീനെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രവീന്ദ്രൻ അവിടെ നിന്ന് പറഞ്ഞിട്ട്, സച്ചി എവിടെ വാടാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചിനെ വിളിക്കണു. അങ്ങനെ സച്ചി പോണ സമയത്ത് സച്ചി അവിടുന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങണം. സച്ചി വീണ്ടും തിരിച്ച് അടുക്കളയിൽ പോകുമ്പോൾ രേവതി പിന്തിരിഞ്ഞ് പണി ചെയ്യുക. സച്ചി രേവതിനെ ബാക്കിൽ കൂടെ കെട്ടിപ്പിടിച്ച് കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പോവാണ്. ആ ഷോക്കിൽ ഇങ്ങനെ രേവതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ സച്ചി സന്തോഷത്തോടുകൂടി ചിരിച്ചിട്ട് പോവാണ്. അത് കഴിഞ്ഞ് വെജിറ്റബിൾ മേടിക്കാൻ പോയ സുധി കുറേ നേരമായിട്ടും കാണാനില്ല. അപ്പോൾ എന്താ അവൻ എത്ര നേരമായിട്ടും കാണാത്തതെന്ന് പറയുന്നത് ചന്ദ്ര. സുധി വരുന്നു. സുധി വന്നിട്ട് പറയണം 490 രൂപയായി പച്ചക്കറിക്ക് എന്ന് പറഞ്ഞിട്ട് 10 രൂപ ബാക്കി കൊടുക്കണം. അപ്പോൾ ശ്രുതി ചോദിക്കണം, സുധി ഇത്രയും പച്ചക്കറിക്ക് 490 രൂപയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുധി പറയാണ്, ആ ശ്രുതി 490 രൂപയാണ് പറയുന്നത്. അപ്പോൾ സച്ചി പറയണത് തെറ്റാണ്. അപ്പോൾ രേവതി പറയേണ്ടത് ഇത്രയും വിലയൊന്നും ഇല്ലാട്ടോ പച്ചക്കറിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സച്ചി പറയണത് ഇവൻ കണക്ക് നോക്കാതെ പൈസ മേടിച്ചിരിക്കണം അച്ഛാ, ഇത് തെറ്റാണ്, ഇവനാണ് ബിസിനസ് നടത്താൻ പോകണമെന്നൊക്കെ ചോദിച്ചാൽ സച്ചി കളിയാക്കാണ് സുധീനെ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് സുധി, അപ്പം നീ ശ്രദ്ധിക്കണ്ടേ, അപ്പോൾ എനിക്ക് പച്ചക്കറികളുടെ വിലയൊന്നും എനിക്ക് അറിയില്ല അച്ഛാന്ന് പറയണ സുധി. അങ്ങനെ സച്ചി പറയണ, എടാ എങ്ങനെ നോക്കി നീ എങ്ങനെ ബിസിനസ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് സുധിയോട് പറയണു. അപ്പോൾ പെട്ടെന്ന് രവീന്ദ്രനൊരു കോൾ വരികയാണ്. കോൾ വരുമ്പോൾ സുധി സാധനം മേടിച്ച കടയിൽ നിന്നാണ് കോൾ വരുന്നത്. അപ്പോൾ സച്ചി പറയേണ്ടത് ഇതിൻ്റെ ഇടയിൽ കൂടെ ബാക്കി പൈസയ്ക്ക് നീ ഇറച്ചിയും പൊറോട്ടയും കഴിച്ചില്ല, അതിൻ്റെ കൈ കട്ടെ ഞാൻ മണത്തോക്കട്ടെ എന്നൊക്കെ പറയണം. ഇല്ല അച്ഛാ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല പറയണ സുധി. അപ്പോഴാണ് രവീന്ദ്രൻ കോൾ വരുമ്പോൾ അവരുടെ ബില്ലിങ് മെഷീൻ തെറ്റായിരുന്നു. അപ്പോൾ 490 രൂപയിൽ 190 രൂപയുടെ സ്ഥാനത്തിനാണ് 490 രൂപ എടുത്തേക്കുന്നത്. ബാക്കി 300 രൂപ GPay ചെയ്ത് തരാമെന്ന് പറയണം. അപ്പോൾ ശരി ശ്രുതിയുടെ നമ്പർ തരാം, ശ്രുതിയുടെ നമ്പറേക്ക് GPay ചെയ്ത് തരാൻ പറയണ രവീന്ദ്രൻ. എന്നിട്ട് രവീന്ദ്രൻ സുധിയോട് പറയാണ്, സുധി ഇത്രയും ശ്രദ്ധിക്കാതെയാണോ ഈ സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്ര സപ്പോർട്ട് ചെയ്യും. പിന്നെ അവനിപ്പോൾ ഇതിനൊന്നും പോയിട്ട് പരിചയമില്ലല്ലോ, പിന്നെ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അപ്പോഴും സുധിയെ സപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സച്ചിയോട് പറയണം, ഇന്ന് കുറച്ച് സാധനങ്ങൾ കൂടുതൽ മേടിക്കണം, നാളെ ഒരു വിശേഷപ്പെട്ട ദിവസമാണെന്നൊക്കെ പറയണം. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് സച്ചി. എന്താ വെച്ചാൽ അപ്പോൾ സച്ചി ചോദിക്കണം, എന്താ വെച്ചാൽ നാളെ വിശേഷം, അപ്പോൾ നിനക്ക് ഓർമ്മയില്ലേ ചോദിക്കണം സച്ചിയോട് രവീന്ദ്ര. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല വെച്ചാൽ എനിക്ക് ഓർമ്മ വന്നു വെച്ചാൽ നാളെയാണല്ലോ അല്ലേ ഇവൻ അച്ഛൻ്റെ ക്യാഷും കൊണ്ട് ഓടിപ്പോയ ദിവസം എന്നൊക്കെ പറയാണ്. അപ്പോൾ സുധി അങ്ങനെ ഒരു ദിവസമുണ്ട്, അങ്ങനെ ഒരു ഓർത്ത് വയ്ക്കാനുള്ള ദിവസമൊന്നും ഇല്ല എന്നൊക്കെ പറയണം. പക്ഷേ ചന്ദ്രമതിക്കും സുധിക്കും ഒക്കെ ഓർമ്മ വരും രേവതിയുടെയും സച്ചിനും കല്യാണത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് ആക്ഷൻ കാണിച്ചു കൊടുക്കേണ്ട, ഇങ്ങനെ കല്യാണത്തിൻ്റെ ദിവസമാണെന്ന് ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും ചിരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ഇല്ല അച്ഛാ എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി പറയണം, അച്ഛാ അദ്ദേഹത്തിന് ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി കരഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോയ സമയത്ത് നിൻ്റെ കല്യാണമല്ലേ ഉണ്ടായത്, കല്യാണ ദിവസമല്ലേ നാളെ, നിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ. അപ്പോൾ സച്ചിക്ക് ആകെ വിഷമവും. സച്ചി രേവതി ഉമ്മറത്ത് ഇങ്ങനെ പൂമുഖത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി വന്നിട്ട് പറയുന്നത്, രേവതി നമ്മൾ രണ്ടാമത് നിനക്ക് ഞാൻ താലിമാല മേടിച്ചെന്ന ദിവസം നീ എന്നെ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി നീ താലി കെട്ടിച്ചില്ല, അന്ന് നമ്മുടെ കല്യാണ ദിവസമായിട്ട് ആഘോഷിക്കുക എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇതൊന്നും ഓർത്ത് വെക്കാതിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി രേവതി ആശ്വസിപ്പിക്കുകയാണ്. എനിക്ക് നിന്നെ ആദ്യം തൊട്ട് കണ്ട എല്ലാ ദിവസവും ഓർമ്മയുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ രേവതി പറയും, ആണോ എന്നെ പറ ആദ്യമായിട്ട് എന്നെ എപ്പോഴാണ് കണ്ട, അതിപ്പോൾ ആദ്യമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കിടന്ന് ഉരുളാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഓർമ്മയില്ല, ബ്യൂട്ടി പാർലറിലേക്ക് ഉണ്ട് നോണയാ, അപ്പോൾ അതിന് മുമ്പ് നീ എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ വെറുതെ പറയാം, നിങ്ങൾക്ക് എന്നോട് സ്നേഹമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പിണങ്ങിയിരിക്കണം. എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നാരാ പറഞ്ഞ രേവതി, ശരിയെങ്കിൽ നീ പറ എന്നെ കണ്ടത് എന്നാ ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഗുണ്ടായിസം കാണിക്കുക, അടിപിടി കൂടായിരുന്നു റോട്ടിൽ വെച്ചിട്ട് പറയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുമ്പോൾ നിങ്ങൾ ഫുള്ള് മദ്യപിച്ചിട്ട് എൻ്റെ പൂക്കൂടെ എടുത്തിട്ട് റോട്ടിൽ കൂടെ ഡാൻസ് കളിക്കുകയായിരുന്നു എന്ന് പറയണം. അപ്പോൾ സച്ചി ചമ്മി നിൽക്കുകയാണ്. പിന്നെ നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ വെട്ടുകത്തി എടുത്തിട്ട് ഒരാളുടെ പിന്നാലെ ഓടുന്നതാണ് ഞാൻ കാണുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ സീരിയലിൽ അഭിനയിക്കാനായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയണ രേവതി. അപ്പോൾ സച്ചി ചമ്മി നിൽക്കുമ്പോൾ ഞാനൊരു സീരിയലിലൊക്കെ അഭിനയിച്ചു രേവതി, പക്ഷെ പിന്നെ അവരെന്നെ വിളിച്ചില്ല എന്നൊക്കെ പറയണം.
അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം, നിന്നെ ഞാൻ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം രേവതി, നീ എൻ്റെ ജീവിതത്തിൽ വന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ കെട്ടിപ്പിടിക്കുകയാണ് സച്ചി. കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വയ്ക്കണം. അവരുടെ റൊമാൻസ് ഒരു വട്ടം കറങ്ങലൊക്കെ ഉള്ള സമയത്ത് ചന്ദ്ര അകത്തുനിന്ന് രേവതി എന്ന് വിളിക്കുകയാണ്. രേവതിനെ പണിക്കാണ്ട് വിളിക്കുന്നത് ചന്ദ്ര എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. ആ സമയത്ത് രേവതി പറയണ അയ്യോ അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി ചിരിച്ചിട്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് സച്ചി ഭയങ്കര ചിരിച്ച് മുഖത്തോട്ട് റൊമാൻറ്റിക്കായിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ ഏറ്റവും ഇഷ്ടമായ കൂട്ടുകാരൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ലേറ്റായി കഥ പറയാം, എല്ലാവരോടും സോറി. അപ്പോൾ നാളെ വരാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.